ഞങ്ങളുടെ മേത്ത് കൈവച്ച ഞങ്ങൾ ജഡ്ജിയോട് കംപ്ലൈന്റ് ചെയ്യും. നീ ജീവനോടെ ഇരുന്നാലല്ലടാ കംപ്ലൈന്റ് ചെയ്യും. ഒരു തെറ്റ് ചെയ്താൽ, അതും അറിഞ്ഞുകൊണ്ട് ചെയ്താൽ, അവൻ ദേവേന്ദ്രനാണെങ്കിലും വിടില്ല ഞാൻ. നിന്റെ പേരെന്താ? ബൈബിള് വായിച്ചിട്ടുണ്ടോ? റോമ 6:73 എന്താ പറഞ്ഞിരിക്കുന്നറിയോ? അറിയില്ല സർ. പാപത്തിന്റെ ശമ്പളം മരണം. എന്താടാ ഒരു പോലീസ് ഓഫീസറെ ചുട്ടുകൊന്നു ധൈര്യത്തോടെ കോർട്ടിൽ വന്ന് കള്ളസാക്ഷി പറഞ്ഞിട്ട് ഇപ്പൊ ഇത് കണ്ട് പേടിക്കുന്നോടാ? സുബു സർ, റെഡ്ഡിക്കെതിരെ ഇവര് 3 പേരും അപ്രൂവറായി. ഇത് അറിഞ്ഞ റെഡ്ഡി ജഡ്ജിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഷൂട്ട് ചെയ്തപ്പോ 2 പേരും മരിച്ചു. ജഡ്ജിയോട് ഈ കഥ അങ്ങനെ തന്നെ പറഞ്ഞോണം. ഓക്കേ? എന്ത് ധൈര്യത്തിലാ കണ്ടെയ്നർ പിടിച്ചു വെച്ചത്? കിരൺ, prepare my jet. ഡാഡ്, ഞാൻ വൈസാഗിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ 11 മണിക്ക് മുൻപ് ആ DC എന്റെ ഓഫീസിൽ വന്ന് എന്നെ കാണണം. മിസ്റ്റർ വിട്ടൽ സാർ. റെഡി? എന്തിനാ നീ നിന്റെ നാട്ടിൽ പോയി കിടക്കുന്നേ? ഉടനെ നീ തിരിച്ചു വരണം. വൈസാഗ് നമ്മുടെ കൺട്രോളിലാന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ വൈസാഗിലെത്തി. ഞാനിവിടെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. അവൻ 12:30 നിന്റെ ഓഫീസിലുണ്ടാവും. സർ, CM ഇപ്പൊ ലൈനിൽ വരും. എന്താ കാര്യം? നീ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. മനസ്സിലായില്ല. എന്തിനാ സർ? സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് തുടങ്ങി സെൻട്രൽ മിനിസ്റ്റേഴ്സ് വരെയും കണ്ടെയ്നേഴ്സ് വിടാൻ വേണ്ടി പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. Dad, I'm going to reach office in the next 2 minutes. 12:30 മണിക്ക് മുമ്പ് നീ അവനെ പോയി കാണണമെന്ന് വാശി പിടിക്കുക. I know you won't be interested in meeting him. ഇല്ല സർ, ഐ ആം റിയലി ഇൻട്രസ്റ്റഡ്. Hey DC, check your time. എത്ര മണിക്ക് ഇവിടെ വരണമെന്നാ ഞാൻ പറഞ്ഞേ? ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ഓപ്പറ ഹൗസിൽ 33.8 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 151.2 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഞാൻ ഇന്നലെ ഡിസൈഡ് ചെയ്തത്. നിനക്ക് ആലോചിക്കാൻ പറ്റുമോ? That's the power of money. പണം സമ്പാദിക്കുന്നത് ആവശ്യത്തിനല്ല, ലഹരിക്ക്. മാസം 20 ലക്ഷം കൈക്കൂലി വാങ്ങിക്കാൻ പറ്റുമായിരുന്നിട്ടും 60,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നത് നിന്റെ പാഷൻ ആയിരിക്കാം. ബട്ട് multiplying my money again and again, it's my passion. 64 lakh people എന്റെ കമ്പനിയിൽ ഷെയർ വാങ്ങിയിട്ടുണ്ട്. 8,300 people എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. Around the 7 continents in this world. That contributes to 7% of Indian economy. And you on the other hand, in 7 days you are trying to destroy my business. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തേ? കുപ്പ കൊണ്ടുവന്ന് കുപ്പ തൊട്ടിയിലല്ലട ഞാനിട്ടേ. നിന്റെ നാട്ടിൽ റോട്ടിലല്ലട കുപ്പ ഇടുന്നേ. അതിന്റെ നാട്ടുപടിച്ചല്ലട നീയൊക്കെ ജീവിക്കുന്നേ. നിന്റെ നാടെ ഒരു കുപ്പ തൊട്ടിയാണ്. I don't give a damn about this country. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ആദ്യം നീ ബ്ലോക്ക് ചെയ്ത കണ്ടെയ്നേഴ്സ് എല്ലാം പോർട്ടിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ടോൾ ഗേറ്റിൽ ചെന്ന് ടോക്കൺ കൊടുക്കാൻ പറ. അതിനുശേഷം റെഡ്ഡിയുടെ ഫയൽ ഉടനെ ക്ലോസ് ചെയ്തേക്ക്. So you want me to close Reddy's file, right? Yes. I will close it. സർ, റെഡി ഇപ്പൊ എവിടെ ഉണ്ട്? വൈശാഖ് വന്നുകൊണ്ടിരിക്കുക സർ. എത്ര കിലോമീറ്റർ? സർ 80 കിലോമീറ്റർ സർ. വണ്ടി നിർത്ത്. ഇടിച്ച് കേട്ടവനെ നിർത്ത്. റിവേഴ്സ് എടുക്ക്.
രാമേന്ദ്രൻ take him. ശ്രീനിവാസ് സർ. ഇയാളെ ഇങ്ങനെ വിട്ട് എത്ര നേരം ജീവനോടുണ്ടാവും? 3 to 4 hours, സർ. ഡാ, നീ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നത് ഞങ്ങൾ കണ്ട് ആസ്വദിക്കാൻ പോവാ. എല്ലാരും ഇരിക്ക്, അവിടെ തന്നെ ഇരിക്ക്. എടാ പോലീസേ, എന്നെ കൊന്നേക്കടാ. വേദന ഉണ്ടല്ലേ? വേദനിക്കാതെ മരിക്കാമെന്നാണോ വിചാരം? മരിക്കുന്നത് ഈസിയാ, ജീവിക്കുന്നതാടാ കഷ്ടം. അത് നല്ലവനായിട്ട് ജീവിക്കുന്നത് ഏറ്റവും വലിയ കഷ്ടം. മറ്റുള്ളവനെ കഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നത് അതിലും വലിയ കഷ്ടം. ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറെ കൊന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേര് നീ കോടതിയിൽ വെച്ച് കളങ്കപ്പെടുത്തിയില്ലേ? അന്നേ ഞാൻ തീരുമാനിച്ചതാ, നിനക്ക് അറസ്റ്റില്ല, അപ്പീലാണെന്ന്. 6 വർഷം മുമ്പ് വിറ്റലിന്റെ അച്ഛന്റെ സ്ഥാനം രക്ഷിക്കാൻ വേണ്ടി സിറ്റിയിൽ ഒരു കലാപം ഉണ്ടാക്കിയില്ലേ നീ? ഓർമ്മയുണ്ടോ നിനക്ക്? ആ കലാപത്തില് 18 പിഞ്ച് കുഞ്ഞുങ്ങളെ കയറ്റിക്കൊണ്ടുവന്ന വാൻ നീ അപായപ്പെടുത്തിയില്ലേ? അതിലൊരു കുഞ്ഞു മരിച്ചുപോയി. അറിയണോ നിനക്ക്? ആ കുഞ്ഞിന്റെ അച്ഛൻ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണെന്ന് അറിയാമോ? ഇൻസ്പെക്ടർ സുബ്ബറാവു. സുബു, നിന്റെ മനസ്സിലെ വേദന ഒരിക്കലും പോവില്ലെന്നറിയാം. എന്നാലും അവനെ ഷൂട്ട് ചെയ്യ്. നിന്റെ വേദനയുടെ മരുന്ന് കണ്ടെത്ത്. ഷൂട്ട് ചെയ്യും. വരൂ. രാജാവിനെ പോലെ ജീവിച്ചവൻ ഇപ്പൊ അനാഥ പ്രേതം പോലെ കിടക്കുന്നത് കണ്ട. എന്തു ധൈര്യത്തിൽ ദുരൈ സിംഗം ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ? ഈ കൺട്രിയില് പോലീസിന് ഒരുപാട് പവറാ കൊടുത്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് അച്ഛനുമായി സംസാരിച്ച് കണ്ടെയ്നേഴ്സ് ബുക്ക് ചെയ്യാനുള്ള വഴി നോക്ക് സർ. All died immediately. ഒരു പോലീസുകാരന്റെ കുടുംബം ഒരു ക്രിമിനലിനെ ഭയന്ന് നാട് വിട്ടു പോയെന്ന് റെക്കോർഡ്സ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ ഇത്രയും പേരുണ്ട്. മോനെ, എന്റെ മക്കളിപ്പോ സമാധാനമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്.